സജീവിൻ്റെ ലൈഫ് വായിച്ചറിഞ്ഞതിനെയും കേട്ടറിഞ്ഞതിനേക്കാൾ കൂടുതൽ ഞാനിപ്പോൾ കണ്ടറിഞ്ഞുകൊണ്ട് വരികയാണ്. ആ ഇറങ്ങി നിൽക്കുന്ന ആ ഒരു കണ്ട എഫക്റ്റ് ഉണ്ടല്ലോ, അത് ഇപ്പോഴും എനിക്ക് വിട്ടുമാറിയിട്ടില്ല. കരഞ്ഞുപോയി, കാരണം വായിച്ചപ്പോഴും ഞാൻ കരഞ്ഞതാണ്. പക്ഷെ ഇപ്പം കണ്ടപ്പോൾ ഓരോ സിനിമയുടെ തുടക്കം മുതൽ ശ്വാസം പിടിച്ചു നിൽക്കുന്ന കാണുന്ന അവസ്ഥയിലായിരുന്നു. ദാഹിച്ച വെള്ളം പോലും നമുക്ക് കുടിക്കാൻ പറ്റില്ല, കാരണം അവരാ സ്ക്രീനിൽ അവരനുഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് കുടിച്ചിറങ്ങൂല. ആ രീതിക്കായിരുന്നു പടം. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ വന്ന് കാണുക എല്ലാവരും. ഒരിക്കലും മിസ് ചെയ്യരുത്, കാരണം നോവൽ വായിച്ചതിൻ്റെ ഒരു ഇതല്ല. കാരണം നോവൽ വായിച്ചു എന്ന് കേട്ടിട്ട് സിനിമ കാണാതെ ഒഴിവാക്കി വിടരുത്. കാരണം നോവൽ വായിച്ചതിനേക്കാൾ അപ്പുറം കണ്ടറിയേണ്ടതുണ്ട്. അതെന്തായാലും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ പൃഥ്വിരാജ് ചെയ്തിട്ടുള്ള എഫേർട്ട് അത് എടുത്തു പറയേണ്ടതാണ്. ഓരോ ക്രൂവും അതിൽ ഓരോ അംഗങ്ങളും ചെയ്തിട്ടുള്ള എഫേർട്ട് വലുതാണ്. ആ സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും, കണ്ടവർക്കും മനസ്സിലാവും. അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക.